അപ്പോൾ മക്കളെ വൃഷഭ കണ്ടു വരിക കേട്ടോ, നമ്മുടെ ലാലേട്ടൻ്റെ വൃഷഭ. എന്താ പറയുക, ഒരു അടിപൊളി മൂഞ്ചിയ പടം. അതാണ് സത്യത്തിൽ ഇതിനെ പറയാൻ പറ്റുക. എല്ലാ വർഷവും ഡിസംബറിൽ കൊടുന്നിട്ട് പടക്കം പൊട്ടിക്കാൻ ലാലേട്ടനോട് ഒന്നേ പറയാനുള്ളൂ, ലാലേട്ടാ ഡിസംബർ ഒന്ന് മാറ്റി പിടിക്കാൻ കേട്ടോ. എന്താ നിങ്ങൾക്ക് ചേരാത്ത റോളാണെങ്കിൽ നിങ്ങൾ എന്തിനാ വെറുതെ ഈ കാശിനും വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള റോളൊക്കെ എടുക്കുന്നത്? കാരണം വളരെ വളരെ മോശം. അതും ഓരോ പടം ഇറങ്ങുമ്പോൾ ലാലേട്ടൻ്റെ എന്താ പറയുക, അദ്ദേഹത്തിന് കൊടുക്കുന്ന ഓരോ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഒരു പേരുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ബബ്ബയിൽ അദ്ദേഹത്തിന് കൊടുത്തത് ദ റിയൽ ഓജി, ഓക്കെ കുഴപ്പമില്ല, ദ റിയൽ ഓജി അദ്ദേഹം ഒറിജിനൽ സ്റ്റാറൊക്കെ തന്നെയാണ്. അതുപോലെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഗോഡ് ഓഫ് ആക്ടിങ്, അതെ അദ്ദേഹം ദൈവത്തിൻ്റെ ഒരു വരദാനമൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയം, അതും ശരിയാണ്. അതേപോലെ തന്നെ എന്താ പറയുക, ഓരോന്നിങ്ങനെ കുത്തിക്കയറ്റിട്ട് ഓരോ പടം ഇറങ്ങുമ്പോൾ ഓരോന്നാണ് പുള്ളിക്ക് ഓക്കെ. ദ കംപ്ലീറ്റ് സ്റ്റാർ, അദ്ദേഹം കംപ്ലീറ്റ് നടനാണ്, അതും ഓക്കെ. അദ്ദേഹം ഡാൻസ് കളിക്കും, പാട്ട് പാടും, അഭിനയിക്കും, എല്ലാം ചെയ്യും. പക്ഷേ അദ്ദേഹം ഒന്നും ചെയ്യൂല. അദ്ദേഹത്തിന് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിന് വേറൊരു കഥാപാത്രത്തിലോട്ട് ആ കഥാപാത്രമായിട്ട് മാറാനുള്ള കഴിവ് അദ്ദേഹത്തിനില്ല എന്നുള്ളത് അദ്ദേഹം തിരിച്ചറിയേണ്ട കാലം കഴിഞ്ഞു. കാരണം എല്ലാത്തിലും ഒരേപോലെ. പിന്നെ മാത്രമല്ല, കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആ ക്യാരക്ടറിൽ എന്താണ്, അതിപ്പോൾ ഒരു രാജാവാണെങ്കിൽ ആ രാജാവിനൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട്, അവർക്കൊരു സംസാര രീതിയുണ്ട്. ഇതൊക്കെ എന്ത് വന്നാലും ഒരു പതിഞ്ഞ രീതിയിൽ, രാജാവിനൊക്കെ ഒരു ഗാംഭീര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാ നമുക്ക് ആ ഡയലോഗൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് സത്യം പറഞ്ഞാൽ അവിടുന്ന് അപ്പം തിയേറ്ററിൽ നീച്ചു വന്നു തോന്നും. കാരണം എന്തൊക്കെ പുള്ളി സംസാരിക്കണേ, എന്തൊക്കെ ആ ഒരു ക്യാരക്ടറിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംസാര രീതി ഒന്നും അതിലില്ല. എന്തൊക്കെയാ അദ്ദേഹം പറയുന്നു, എന്തൊക്കെയേ കാട്ടിക്കൂടുന്നു. എന്നാൽ സാധാരണ ഒരു ആറാട്ട് പോലെ വന്നിട്ട് വേറൊരു സംഭവമുണ്ട്. ലാലേട്ട ഇങ്ങനെയുള്ള നിങ്ങൾ വെറും ക്യാഷിന് വേണ്ടിയിട്ട്, പണത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തർ നിങ്ങളിങ്ങനെ കുത്തിപ്പൊക്കിയിട്ട് എന്തെങ്കിലും പറയുന്ന പടങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളാ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു മലയാളത്തിൻ്റെ ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള ആ ഒരു പദവി നിങ്ങൾ വെറുതെ കളയരുത്. കാരണം നിങ്ങൾക്ക് നല്ല തുടക്കം പോലെയോ തുടരും പോലെയോ അല്ല എന്നുണ്ടെങ്കിൽ ദൃശ്യം പോലെയുള്ള നല്ല നല്ല പടങ്ങൾ വരില്ലേ. നിങ്ങൾ എന്തിനാ വെറുതെ ഇങ്ങനെയുള്ള ബാറോസ് പോലെയും അതുപോലെ തന്നെ എമ്പുരാൻ പോലെയും ഇങ്ങനെയുള്ള കുഞ്ഞാലിമരക്കാർ, കാരണം നിങ്ങൾക്ക് ചേരാത്തൊരു റോളാണ് നിങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം കുഞ്ഞാലിമരക്കാർ കണ്ടു ഒരു കുഞ്ഞാലിമര ഒരു അങ്ങനെയുള്ള ഒരു സംഭവമൊന്നും നിങ്ങളെക്കൊണ്ട് കഴിയൂല. കാരണം നമ്മൾ വെറുതെ നിങ്ങളെ ഒരു മോശമാക്കി പറയല്ല. കാരണം നിങ്ങളെക്കൊണ്ട് കഴിയാത്ത രീതിയിലുള്ള റോളുകൾ ഓരോരുത്തരും നിങ്ങളെ പിരികേറ്റിയിട്ട് ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങളത് ചെയ്യാതിരിക്കുക. കാരണം നല്ല നല്ല ഒരുപാട് നിങ്ങൾ കഴിയുന്ന റോളുകളുണ്ട്, അത് ദയവത് ചെയ്യുക. കാരണം എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത ഓരോ റോൾ ചെയ്തിട്ട് ഞങ്ങൾ പ്രേക്ഷകനെ നിങ്ങളിങ്ങനെ പരീക്ഷിക്കണമെന്ന് പറയണം. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കണ്ടാൽ പൊന്നോ സഹിക്കമല്ല. ഏതോ ഒരു വേട്ടാവളിയനെ കൊടുന്നിട്ട് നായകനും ആക്കി, സഹിക്കാമല്ല. എന്തായാലും ഇതോടെ ഞാൻ നിർത്തുകയാണ്. കാരണം എല്ലാ ക്രിസ്മസിലും ലാലേട്ടൻ്റെ വക ഇങ്ങനെ ഓരോന്നുണ്ടാവും. അതെന്തായാലും അവർ തെറ്റിച്ചിട്ടില്ല. അതിനെന്താണ് ലാലേട്ടനോട് നന്ദി.